എന്റെ അമ്മേ. കുട്ടമ്പിള്ള ചേട്ടനോ? ഇരിക്ക. അവരകത്തുണ്ട്. കുളിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ? ശശിക്കുട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കിടന്ന് തിങ്ങന്നല്ലാണ്ട് ഞാൻ എന്താ ചെയ്യ? സുഭദ്ര കുഞ്ഞമ്മയും വല്ലാതായി. അവര് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കാര്യങ്ങൾ കരക്കാരറിയുന്നതിന് മുമ്പ് എത്രയും വേഗം ഒതുക്കി തീർക്കണം. അവര് തന്നതാ. നിങ്ങളൊക്കെ സമാധാനമായി ജീവിക്കുന്നു കണ്ടിട്ട് എനിക്ക് മരിച്ചാൽ മതി. ഞാൻ കാപ്പി ഒന്നും കുടിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ പോട്ടെ. ഈ വീട്ടിലൊരു സാധനം വെച്ചെടുത്തിരിക്കില്ല. എത്ര നേരമായി തപ്പി തപ്പി മടുത്തേ. പ്രിയപ്പെട്ട ശശി, നമ്മുടെ രണ്ടുപേരുടെയും ഭാവി ജീവിതത്തെപ്പറ്റി ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായിരിക്കുന്നു. നാളെ വൈകുന്നേരം 5:30 മണിക്ക് ഓഫീസിൽ നിന്ന് നേരിട്ട് പങ്കജ് ഹോട്ടലിലേക്ക് വരിക. അവിടെ വെച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം. നമ്മളുടെ ഈ കണ്ടുമുട്ടൽ നമ്മളല്ലാതെ ആരും അറിയരുത് എന്ന് സ്വന്തം സുഭദ്ര. അവര് വരുന്നുണ്ട്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ചുമ്മാതിരി എന്റെ ഇന്ദിരേ, ഞാൻ എത്രയോ നാടകത്തിൽ അഭിനയിച്ചതാ. പിന്നെ ഇതൊക്കെ ഒരു പ്രശ്നല്ലേ? വരണം വരണം. ജയ് ഹിന്ദ്. ഓ ജയ് ഹിന്ദ്. ഇരിക്കണം. താങ്കളെ കാണണമെന്ന് വളരെ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നു. സമയം കിട്ടണ്ടേ? താങ്കളെ കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, മുടി അല്പം വളർന്നുണ്ടല്ലോ, ഒന്ന് കട്ട് ചെയ്യണ്ടേ? മുടി കൂടുതലുണ്ടെങ്കിൽ ജലദോഷം വരും എന്നച്ഛൻ പറയായിരുന്നു. മിസ്റ്റർ രാജരാജവർമ്മ ഒരു വൈദ്യരും കൂടിയാണല്ലേ? ഞാൻ ഈ ബാറ് ഞാനേ ഈ ബാറിൽ കയറി ഈ സ്മോള് കഴിക്കുന്നവരോട് വിരോധാണ് എന്ന് പറയായിരുന്നു. അച്ഛൻ ഈ ആദ്യം സംസാരിക്കണ്ട, ആകെ കുഴപ്പാവും. അതെന്താ അങ്ങനെ പറഞ്ഞു? ഈ ഹാർട്ട് അറ്റാക്ക് ഉള്ളതുകൊണ്ടേ കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ. ഓ എന്നാൽ ശരി, ഞാൻ അധികം ഉപദ്രവിക്കുന്നില്ല. ഞാൻ ഇനി ഒരിക്കൽ വന്ന് കാണാം. അപ്പോഴേ വല്ലപ്പോഴൊക്കെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ തലമുടി ഞാൻ ഭംഗിയായിട്ട് ഒന്നൊന്ന് കട്ട് ചെയ്ത് തരാം. അച്ഛന്റെ നാട് തലവടിയാണ്. തമാശ തമാശ തമാശക്കാരനാണല്ലോ. അപ്പൊ ഓക്കെ. ജയ് ഹിന്ദ്. ഓ ജയ് ഹിന്ദ്. ശരി സാർ. അയ്യോ നാടകക്കാരോ. എങ്ങോട്ടാ വർമ്മ സാറേ? വീട്ടിലേക്ക്. എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ? ഇങ്ങനെ വഴി എന്ന് പറയാനുള്ളതല്ല. എവിടെയെങ്കിലും പോയി ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് സ്വസ്ഥമായി പറയാം. കേറ്. ഞാൻ താമസിച്ചു ചേച്ചി? ഏയ് ഇല്ല, ഇരിക്കൂ. എന്താ കഴിക്കുക? ഒരു കോഫി മാത്രം മതി. വർമ്മ സാർ റെസ്റ്റോറന്റിലേക്ക് പോയിക്കോളൂ. ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. തനിക്ക് അല്ലേലും ഒരു വഴിക്കിറങ്ങുമ്പോ 1000 പണിയാണല്ലോ. താൻ്റെയൊക്കെ കൂടെ വരുന്ന എന്നെ തല്ലണം.
ശശിയോട് ഇവിടേക്ക് വരാൻ പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിക്കാണുമല്ലോ. ഉവ്വ്. എങ്ങനെയാ? അയ്യോ, വക്കീല്. അല്ല, ഇതാര് സുഭദ്ര കുഞ്ഞമ്മയോ? എന്താ പതിവില്ലാതെ ഇവിടെ? അല്ല വക്കീലോ, എന്താ ഇവിടെ? ഒരു കാപ്പ് കുടിക്കാന്ന് കരുതി. ഏതായാലും കൂട്ടായല്ലോ. ഞാൻ കാപ്പ് കുടിച്ചു. എന്താടോ? പറയാം സാർ. എന്താണെന്ന് പറയൂ. അല്ല, അത് ഞാൻ പറയാം. ആ പറയൂ. അല്ല, അതെപ്പ പറയണം, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആ എങ്കിൽ താൻ പറ. അല്ല സാർ, എനിക്കത് പറയണം. എന്നാലൊന്ന് പറഞ്ഞു തുളയ്ക്കടോ. അത് ഞാനിന്ന് റെസ്റ്റോറന്റിൽ വെച്ച് സുഭദ്ര കുഞ്ഞമ്മയെ കണ്ടു. ഇത് പറയാനാണോ താൻ ഇത്രയും ബുദ്ധിമുട്ടിയത്? അല്ല, കുഞ്ഞമ്മ മാത്രമല്ല, കൂടെ അപ്പുറത്തെ ശശിയും ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും എന്നെ കണ്ടപ്പോൾ ചമ്മല്. ഞാൻ തുറന്നു പറയുന്നുകൊണ്ടൊന്നും തോന്നരുത്. നേരായിട്ടുള്ള വഴിയിലുള്ള എന്തെങ്കിലും ഒരു ബന്ധമായിരുന്നെങ്കിൽ അവർക്ക് എന്നെ കാണുമ്പോൾ സംസാരിക്കരുതോ? ഇത് ശശി എന്നെ കണ്ടപ്പോൾ മോഹം മറയ്ക്കാൻ ശ്രമം. കുഞ്ഞമ്മയ്ക്കാണ് എന്നെ പറഞ്ഞുവിടാൻ ധൃതി. ആകെപ്പാടൊരു പന്തികേട്. ഇതൊക്കെ കണ്ടിട്ടും ഞാൻ പറയാതിരുന്നാൽ? ആ ഞാൻ വേണ്ടത് ചെയ്തോളാം. താനിത് പാട്ടാക്കണ്ട, പൊയ്ക്കൊള്ളൂ. അവളുടെ കുറെ സാരി പരട്ടെ. അവളുടെ ഒരുങ്ങിക്കെട്ടിയുള്ള അഴിഞ്ഞാട്ടം ഇന്ന് ഞാൻ നിർത്തും. ഇവിടെ അയ്യോ, എന്റെ സെന്റൂപ്പി പൊട്ടിന്നാ തോന്നുന്നു. എന്നാടി നിന്റെ സാരികൾ കൊണ്ടുപോ. ഇതാ എടുത്തോണ്ട് പോ. ആഹാ, യാത്രക്കായോടി. നിന്നെ ഞാൻ വെറുതെ ഇവിടെ നിന്ന് നീ വിചാരിക്കണ്ട. കൊണ്ടുപോ. ഈശ്വര, രാവിലെ പോകുമ്പോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ദൈവമേ, എന്ത് പറ്റിയത്? മോളെ, അയ്യോ, മോളെ കാവേരി, ആരെങ്കിലും ഓടി വരണേ. അച്ഛന് വട്ടം എന്നാ തോന്നാ. ആരെങ്കിലും പിടിച്ചോണ്ടേ, ഓടി വരണേ. ശശി, കുട്ടമ്പിളേ, ആരെങ്കിലും ഓടി പിടിച്ചോണ്ടേ. അവിടെ നിൽക്കാനാ പറഞ്ഞത്. എടി കൊന്നുകളഞ്ഞ മിണ്ടിപ്പോയി അടിച്ച്. ആഹാ, നീ ഉടുത്തൊരുങ്ങി അത്രം പൂശി കണക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായടി. എടി, അധിക നാൾ ഇനി നിന്റെ കൂടെ പുറത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുമടി. എന്നോട് പുറത്തുകൊണ്ടല്ല, അവനെ കയ്യിരിപ്പ് തന്ന. നിന്റെ കയ്യിലിരിപ്പ് ഞാൻ കണ്ടതാണ്. കണ്ടവന്റെ കൂടെ ഹോട്ടലിലും മറ്റും ശൃംഗരിക്കുന്നത് ഞാൻ കണ്ടു. ഒന്നോർത്തോ, എന്റെ ഒരു വശമേ നീ കണ്ടിട്ടുള്ളൂ. മറ്റേ വശം ഞാൻ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതേതാടി നീ കണ്ട മറ്റേ വശം? നിങ്ങളുടെ കൂടെ കുറെ കാലം കഴിഞ്ഞെന്ന് വെച്ച് ഞാൻ ഒരു മണ്ടിയാണെന്നൊന്നും വിചാരിക്കരുത്. എടി, നീ വിചാരിക്കുന്ന വലിയ സുന്ദരിയൊന്നുമല്ല. ഒന്നുമില്ലേലും പ്രായം ഇത്രമായില്ലേടി. 4 നാമം ജീവിച്ച് മൂലയിൽ എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കുക. എനിക്ക് പ്രായമായോണ്ടായിരിക്കും പ്രായം കുറഞ്ഞ പെണ്ണുങ്ങളെ കാണുമ്പോ നിങ്ങൾക്ക് ഇളക്കം കൂടുന്നത്. എടി, സൂക്ഷിച്ച് സംസാരിക്കണം. വെറുതെ നാട്ടാരെ കൊണ്ട് അതുവിധം പറയിച്ചാൽ ആ നിമിഷം തന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടും. ഈ തലതെറിച്ച പോക്ക് പോയാലേ നിങ്ങൾ ഇറക്കി വിടാതെ തന്നെ ഞാൻ ഇവിടുന്ന് പോകും. നീ എവിടേക്കാ? നീ എവിടേക്കാണെന്ന്? ആകാശത്തേക്ക്. നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ തലക്കേ? ഇതുവരെ അസുഖമൊന്നുമില്ല.
പക്ഷെ ഇനി ഇവിടെ നിന്നാ തലയ്ക്ക് വട്ടു പിടിക്കും. അതിനോട് ഇപ്പൊ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായേ ഒന്നും അറിയില്ലല്ലേ? ഇല്ല. ഇല്ല കുഞ്ഞല്ലേ. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. നിങ്ങളുടെ കുറ്റം മറച്ചു വെക്കാൻ വേണ്ടി എന്റെ മേൽ കുറ്റം ചാരുക, എന്നിട്ട് നിങ്ങൾ അങ്ങ് രക്ഷപ്പെടുക. എന്നിട്ട് ഫീസ് കെട്ടുന്നത് വീല് പഞ്ചറാവുന്നത് ഇഷ്ടമല്ല പോലും. ഫീസും വീലും ഒന്നും എനിക്ക് ഇപ്പോഴും ഇഷ്ടമല്ല. നിങ്ങളുടെ ഇഷ്ടം എനിക്ക് മനസ്സിലായി. എഴുത്തു കൊടുക്കല് ഹോട്ടലിൽ പോക്കുമല്ലേ? കണ്ടോ കണ്ടോ, അത് പറഞ്ഞപ്പോ മുഖത്തൊരു ചമ്മല്. നീ കണ്ടോ ഹോട്ടലിൽ പോകുന്നത്? കാണുമെന്ന് വിചാരിച്ചില്ലല്ലേ? എന്നാൽ പാറു, ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. തുറക്കാൻ വേണ്ട, അടയ്ക്കാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഞാൻ പോവാണ്. പാറു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങള് പാവങ്ങളാണെങ്കിലും ഉള്ള കഞ്ഞുള്ളം കുടിച്ച് മനസ്സമാധാനത്തോടെ ജീവിച്ചോളാം. നീ വിചാരിക്കുന്നതല്ല. എന്നെ വിട്. നീ വിചാരിക്കുന്ന നല്ല കാര്യങ്ങള് ഞാൻ പറയുന്നത് നീ കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നാട്ടുകാർ കേൾക്കും. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. പാറു, ഞാനാ പറയുന്നത് നീ പോരുന്ന്. പോകും. ഞാനാ പറയുന്നത് പോകരുത്. പോകുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ നീ പോകും. പോകും. തീർച്ച. ഉറപ്പ്. എന്നാ കൂടിയല്ലേ? ഞാൻ പോണില്ല. ആഹാ, ഞാനിങ്ങ് പോവെന്ന് വിചാരിച്ചു അല്ലേ? എന്റെ ദൈവമേ, കള്ളന്റെ കയ്യിലിരിപ്പ് കണ്ടില്ലേ? എനിക്കറിയാം, ഞാൻ പോയാലും നിങ്ങൾക്ക് കൂടുതൽ സൗകര്യമാവുമല്ലോ. ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ഞാൻ പോണില്ല. ഞാൻ പോണില്ല.